ഹലോ, ഇന്ന് നമുക്ക് ചിക്കനെ കൊണ്ട് നല്ല ചീസി ചിക്കൻ ബൺ ഉണ്ടാക്കിയാലോ? സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് 400 ഗ്രാം ചിക്കൻ എടുക്കാം. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കണ്ട, നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് 8 ചെറിയ ബന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചിക്കനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നേരെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മൾ മസാലയും തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ടത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതേ സെയിം പാനിൽ തന്നെ നമുക്കൊരു 2 അത്യാവശ്യം വലിയൊരു ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്ക് ഉള്ളി ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഉള്ളിൻ്റെ ഏകദേശം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിതിൽ വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല, ആകെ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇനി നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഏത് വെജിറ്റബിൾസും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കോ കോണോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ക്യാരറ്റ് എടുത്തതേ ഉള്ളൂ. ഇനി ഇതിനൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒന്ന് സൈഡാക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോയിലാക്കിയിട്ട് വേണം ഇത് നമ്മൾ ചെയ്തെടുക്കാനായിട്ടോ. എന്നിട്ട് മൈദ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു ഉള്ളിലേക്ക് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പാലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ എല്ലാം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറുതായിട്ടൊന്ന് പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒറിഗാനോ ആണ്. ഞാനിപ്പം 1 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഒറിഗാനോ കൂടി ഇടുമ്പം നമ്മുടെ ഫില്ലിങ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ടെടുക്കാൻ മറക്കല്ലേ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ബണ്ണാണ്. ഞാനിപ്പോൾ ഇതുപോലത്തെ പാവ് ബണ്ണാണ് എടുത്തിട്ടുള്ളത്, സ്മോൾ സൈസ് ആയിട്ടുള്ളത്. ഇതിന് 10 പീസിന് 44 രൂപയാണ് കേട്ടോ. ഞാനിപ്പോൾ 8 പീസേ എടുക്കുന്നുള്ളൂ, 2 പീസാണ് മക്കൾ തന്നിന്. ഇനി പണിയൊന്നുമില്ല കേട്ടോ. ഇനി ഈ ഒരു ബന്നിൻ്റെ നടുക്കുന്ന് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ, കത്തി വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെടുത്ത ബന്നൊന്നും നമുക്ക് ആവശ്യമില്ല, അതെല്ലാം റിമൂവ് ചെയ്യാം. അപ്പോൾ എല്ലാ ബന്നും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ടീസ്പൂണ് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണ്, അത് നിങ്ങളെ ബന്നിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടും ഫില്ലിങ് നിറക്കുന്ന പോലെ ഇരിക്കും. ഫില്ലിങ് നന്നായിട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ബന്നിലും ഇതുപോലെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം കേട്ടോ.
ഇനി വേണ്ടത് ചീസാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മൊസറല്ല ചീസാണ്. നമ്മൾ പിസക്കൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, അപ്പോൾ അത് കുറച്ച് അതിൻ്റെ മേലേൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് കുട്ടികളെ പറ്റിക്കാനാണ്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇതും കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്താ പറയുക, നമ്മളൊരു ചീസി പിസ്സ ബൺ കഴിക്കുന്ന പോലെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ചീസെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഓവനിൽ 180 ഡിഗ്രിയിൽ ജസ്റ്റ് ആ ഒരു ചീസ് മെൽട്ടാവുന്ന സമയം മാത്രം, ഒരു 5-6 മിനിറ്റ് മാത്രം നമുക്കിതിലേക്ക് വെക്കാം. എന്നിട്ട് പുറത്തെടുത്തിട്ട് ചൂടോടെ കഴിക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.